ഹലോ എന്നോട് സുഖമല്ലേ? അപ്പം ഞാൻ ഒരു കുക്കർ ബിരിയാണി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം കുക്കർ കാണിക്കേണ്ടതായിരുന്നു, സോറി കേട്ടോ. അതിനാവശ്യമുള്ള ചിക്കൻ, പിന്നെ സവാള, തക്കാളി, നമ്മുടെ ഇലകൾ, മല്ലിയില, പുതിനയില, നാരങ്ങ, 2 ഗ്ലാസ് ബസ്മതി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള തൈര് എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ എത്ര വലിയ കുക്കറാണോ ഉള്ളത് അത്ര വലിയ കുക്കർ തന്നെ എടുത്തോളൂ. നമുക്കൊരു വലിയ കുക്കർ ബിരിയാണി അങ്ങ് ഉണ്ടാക്കാം. അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കശുവണ്ടിയും കിഷ്മിഷും നമ്മൾ നന്നായിട്ട് അതിന് വറുത്തെടുക്കുന്നുണ്ട്. അതേ എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ സവാള ഇട്ടതിന് ശേഷം സവാളയും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണേ. സവാള ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതേ പാത്രത്തിലോട്ട് തന്നെ അതേ സെയിം എണ്ണയിലോട്ട് തന്നെ ഞാൻ മുഴുവൻ മസാലകളായിട്ടുള്ള നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, പെരിഞ്ചീരകം ഇതും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ ഒരു പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഏകദേശം ഒരു 1/4 ഭാഗം സവാള ഞാൻ എടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളറാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ഞാൻ ക്യാമറയുടെ ആംഗിൾ അങ്ങ് മാറ്റി കുറച്ചുകൂടി സൂം ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സവാള എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് തക്കാളി ഇട്ടിട്ട് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവാളയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാലകൾ ഇടാൻ പോകുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഇത്രയും മസാലകളും കൂടി ഇട്ട് മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇലകളായിട്ടുള്ള മല്ലിയില, പുതിനയില ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് വന്നതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുത്ത് തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ ബസ്മതി റൈസ് കഴുകി എടുക്കുന്നുണ്ട്. കുതിർത്ത് വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് കഴുകിയതാണ്. അതും കൂടി ഇട്ടിട്ട് അതും മസാലകളായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസിന് ഒരു 3-3.25 ഗ്ലാസ് അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ വെള്ളം. അത്രയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, നമ്മുടെ കശുവണ്ടി, പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഇതിലും കൂടെ ഇട്ടതിന് ശേഷം ഇലകളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലകളും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ നല്ലതായിട്ട് അരി നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി പീസും പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വിസിൽ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടോ. പിന്നെ ഞാൻ ഓൺ പോട്ട് ബിരിയാണി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനലുണ്ട്, നിങ്ങളൊന്ന് കയറി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയല്ലേ?